നമസ്കാരം, അമൃതാണ്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. പക്ഷേ അൺബോക്സിങ്ങിന് മുന്നേ ആയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ മീയുടെ പ്രോഡക്റ്റ്സ്, മീയുടെ ബാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, കുറച്ച് നാളുകളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മീ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ മീ ബാൻഡ് 3 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 പീസ് ഞാൻ വാങ്ങിച്ചു. ഒന്ന് ഞാനും ഒന്ന് എൻ്റെ വൈഫും യൂസ് ചെയ്തിരുന്നു. രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വ്യത്യാസം നമ്മൾ അറിയാൻ വേണം. അപ്പോൾ എന്തായാലും മീ ബാൻഡ് 3 വന്നു, പിന്നെ 4 വന്നു, 5 വന്നു, ഇപ്പോൾ 6, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 എന്ന് പറയുന്ന ഒരു മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഗസ്റ്റിലാണ് ഇതിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമേ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഇത് അൺബോക്സ് ചെയ്തിരിക്കുന്നുള്ളൂ. അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്തൊക്കെ നോക്കിയതാണ്. ഞാനിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഏതാണ്ട് സെയിം പ്രൈസ് തന്നെ ഇവരുടെ ഷവോമിയുടെ സ്റ്റോറിൽ, ആറ്റിങ്ങിലുള്ള ഷവോമി സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ വെച്ചത് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ ഇത് അവർ ചെക്ക് ചെയ്ത് നോക്കിയ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കിതൊന്ന് കാണിച്ചു തരാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. എനിക്കിത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ കോൺസിൽ നിന്ന് തുടങ്ങാം. കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീ ബാൻഡ് 3, ഇതായിരുന്നു മീ ബാൻഡ് 4. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഈ ഒരു മോഡലാണ്. ഇപ്പോൾ മീ ബാൻഡ് 3 വന്നിട്ട് ഞാൻ 2 വാങ്ങിച്ചിരുന്നു. അതിൽ ഈ പഴയ ടൈപ്പ് ഒരു LED സ്ക്രീനാണോ LCD സ്ക്രീനാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു ഡോട്ട് മാട്രിക്സ് പോലെ നമ്മുടെ, അതായത് ചെറിയ ഡോട്ട്സ് ആയിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കണം. അതോ LED ആണെങ്കിൽ തന്നെ വളരെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ അതിലൊന്ന് വന്നിട്ട് കുറച്ച് ഗ്രീനിഷ് കളർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമേ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് ആണ് അതിനകത്ത് തെളിയുന്നത്. ഐ മീൻ ഒരു ഗ്രീനിഷ് കളറായിരുന്നു. നമ്മൾ മെട്രിക് സിനിമയിലൊക്കെ പോലെ ഒരു ഗ്രീനിഷ് കളറായിരുന്നു. എന്നാൽ ഒന്ന് നല്ല തെളിച്ചമുള്ള വൈറ്റ് ലൈറ്റും ആയിരുന്നു. അപ്പോൾ ഇതിലൊരു ചെറിയ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആദ്യമേ അത് റീപ്ലേസ് ചെയ്ത് എടുക്കേണ്ടിയിരുന്നതാണ്. ഏതാണ്ട് ഒരു 1 ഇയർ വരെ അത് പോയി. 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും, ഞാനും എൻ്റെ വൈഫും നല്ല റഫ് യൂസ് ആയിരുന്നു. 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ടായിരുന്ന സാധനം പെട്ടെന്ന് അടിച്ചങ്ങ് പോയി. അപ്പോൾ അതും വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാണ് അടിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണതാണ്. ഇത് മീ ബാൻഡ് 4 ആണ്. അപ്പോൾ ഇതിൽ MOLED ഡിസ്പ്ലേ ഒക്കെയാണ്. അത്യാവശ്യം നന്നായിട്ട് വളരെ റഫായിട്ട് യൂസ് ചെയ്തതാണ്. സ്ക്രാച്ചസ് ഒക്കെ അത്ര കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. വളരെ റഫ് യൂസ് ചെയ്ത ഒരു സാധനമാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് കയ്യിൽ കെട്ടിയേക്കും. കുളിക്കുമ്പോഴായിരുന്നാലും ഫുൾ ടൈം ഞാനിത് ബോഡിയിൽ അറ്റാച്ച്ഡ് ആയിട്ടില്ല. കറണ്ട് കവചകുണ്ടലം പോലെ എപ്പോഴും അണിഞ്ഞിരുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് ചാർജ് ചെയ്യാൻ മാത്രം എടുക്കും. പക്ഷേ ഇതിൻ്റെ ചാർജറിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പൊതുവെ ഇത്തരത്തിലുള്ള കൊച്ചു ഡിവൈസസ് ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് 2 hours ഒക്കെ മാക്സിമം ടൈം മതി ഇത് ചാർജ് ചെയ്യാൻ. അപ്പം ഞാനിത് രാത്രി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി ചാർജ് ചെയ്യാനായിട്ട് അങ്ങ് കിടക്കും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാരണം അത് ഓവർ ചാർജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ചൂടായിട്ടായിരിക്കണം ഇതിൻ്റെ ഈ ബോഡി, ഇതിൻ്റെ ഈ ചാർജിങ് യൂണിറ്റ് അങ്ങ് എക്സ്പാൻഡ് ആയിട്ട് വളരെ വലുതായിപ്പോൾ. അപ്പോൾ ഇതിൽ പിന്നെ അവസാനം ഇത് ഹോൾഡായി ഇരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് കാണിക്കാം. ഇതുപോലെ ചാർജിങ് പോയിന്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ചാടി വീഴും. ഇതുപോലെ ലോക്കായിട്ടിരിക്കുന്നില്ല. അപ്പോൾ അതൊരു കംപ്ലൈൻറ്റ് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ മീ ബാൻഡിൻ്റെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതിൽ വേറെ അങ്ങനെ ചാർജിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ്. അത് ഏതാണ്ട് 1-1.5 വർഷം യൂസ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ അടിച്ചു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മീ ബാൻഡിൻ്റെ 4 വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ജനറലി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിത് മീ ബാൻഡ് 6 വാങ്ങിക്കാൻ പോയപ്പോഴും അതിൽ അവരൊരു തരത്തിലുള്ള അപ്ഗ്രേഡ്സും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ ഈ ബാൻഡ്, ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 3 months അല്ലെങ്കിൽ ഒരു 4 months മാക്സിമം. നമ്മളിത് റഫ് യൂസ്, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഇത് സ്ഥിരം യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അങ്ങനെ വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ലീപ്പിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും നാൾ ഞാൻ ഇത്തരത്തിലുള്ള ബാൻഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ്, അതൊരു ഹെൽത്ത് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ ഫേസ് ചെയ്തത് ഇതിൻ്റെ ഈ സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് ഏതാണ്ടൊരു 3 മാസത്തിൽ കൂടുതൽ ലൈഫ് ഉണ്ടാകത്തില്ല. സ്ട്രാപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ മുടക്കി ഞാൻ ഇതിൻ്റെ സ്ട്രാപ്പ് വാങ്ങിച്ചിട്ടുണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത് ഇതുവരെ അപ്ഗ്രേഡ് ചെയ്യാത്തത് ഒരു വലിയ ഷവോമിയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെങ്കിലും ആ ഒരു അപ്ഗ്രേഡ് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാനിത് വാങ്ങാൻ കാരണം, ഞാൻ ശരിക്കും ഒരു നാവിഗേഷനും കൂടെ കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു വാച്ച് വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഈ
ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരുന്നാലും എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാച്ച് കയ്യിൽ എപ്പോഴും വേണം. അതിനായിട്ട് എനിക്ക് ഈ ഒരു G-Shockനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഇത് വന്നിട്ട് സോളാർ പവേർഡും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി കഴിഞ്ഞ് പോകുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. ഇത് അൺബോക്സ് ചെയ്തിരിക്കുന്നു. അതിലെനിക്ക് ചെറിയൊരു നിരാശയുണ്ട് മീയുടെ ഷോറൂമിനോട്. കാരണം ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ ശ്രദ്ധിച്ചില്ല, ഇത് അൺബോക്സ് ചെയ്തിരിക്കുന്നു. എൻ്റെ മക്കളാറ്റം ഇവിടെ വന്നപ്പോൾ എടുത്ത് അൺബോക്സ് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട്. ഇത് ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്തെടുക്കാം. സോ ഇത് ഓണാണ് സാധനം. അപ്പോൾ എനിക്ക് നോക്കേണ്ട ഇതിനകത്തുള്ള സ്ട്രാപ്പ് അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോ ഇമ്പ്രൂവ്മെൻറ്റ്, സെയിം സാധനം. ഓൺലി തിങ് ഇതിൻ്റെ MOLED ഡിസ്പ്ലേ ഒക്കെ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉണ്ട്, കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഇതിനകത്തൊരു വ്യത്യാസമുള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് ടച്ച് സ്ക്രീനാണ്. ഇത് അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ ബാൻഡിൻ്റെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ഇത്തവണ ബാൻഡിൽ നിന്നൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു വാച്ചിലോട്ട് അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 2 വാച്ചും കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു അസൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ ബാൻഡ് തന്നെയാണ് എനിക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിലയിലാണ് ബാൻഡിലോട്ട് തന്നെ വീണ്ടും സ്റ്റിക്ക് ചെയ്തത്. പിന്നെ എനിക്കൊരു അപ്ഗ്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നത്, ഞാൻ റൈഡ് ചെയ്യുന്ന സമയത്ത് നാവിഗേഷന് പറ്റിയ ഒരു വാച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ ഇട്ടിട്ട് വാച്ചിൽ അത് നാവിഗേഷൻ നോക്കി യാത്ര ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ പല വാച്ചസും നോക്കി. അപ്പോൾ അതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി പോലുള്ള വാച്ചസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച്. ബാക്കിയുള്ളതിലൊക്കെ ഗൂഗിൾ മാപ്പ് സിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൽ കുറഞ്ഞ വാച്ചസിലൊന്നും ഈ മാപ്പൊന്നും അത്രത്തോളം ഫങ്ഷൻ ആകൂല എന്നുള്ളതാണ് പല വീഡിയോസും യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ്, നമ്മളിതിങ്ങനെ കൂടെ ആഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മളിതിങ്ങനെ അഴിച്ചെടുക്കണമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് മാഗ്നറ്റിക് ചാർജർ വന്നിട്ട് നമുക്ക് ചാർജർ ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ചാർജർ വന്നിട്ട് നമ്മുടെ ഈ മാക്സേഫ് ഒക്കെ പോലുള്ളൊരു സംവിധാനമാണ്. എന്ത് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഉടൻ തന്നെ അത് ഷോമി ഇങ്ങനെയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കറക്റ്റ് വെച്ചതങ്ങ് പോയിന്റിൽ പിടിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെ വെച്ചാലും കണക്റ്റ് ആവുന്നുണ്ട്. കറക്റ്റ് നോക്കി വെച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, എന്തായാലും അത് കണക്റ്റ് ആവുന്നുണ്ട്. നേരത്തെ പോലുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കൂടെ അഴിച്ചെടുക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാൾ ഇത് ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷേ എങ്കിലും എനിക്ക് അത്രത്തോളം തോന്നുന്നില്ല. കാരണം ഇതിൽ നന്നായിട്ട് ഈ ഡയൽ ഇതിനകത്ത് നന്നായിട്ട് ഫിക്സ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകുന്നൊരു സംശയമുണ്ട്. കുറച്ചും കൂടെ ടഫായിട്ടുള്ള ഡിസൈനായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. എന്തായാലും കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ അറിയാം. ഇതൊന്ന് സിങ്ക് ചെയ്ത് നോക്കട്ടെ. എന്തായാലും Mi 6നും Mi Fit ആപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ വന്നിട്ട് ഗൂഗിളിൻ്റെ ഫിറ്റുമായിട്ടും ഇത് സിങ്ക് ആവുമെന്ന് പറയുന്നുണ്ട്. ഗൂഗിൾ ഫിറ്റ് ആക്ടിവിറ്റി ട്രാക്കിംഗ്. എന്തായാലും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഇത് സിങ്ക് ആവും എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നാവിഗേഷനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ചിന്തിച്ചെങ്കിലും നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് വാച്ചിലൊരു അറ്റൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നാവിഗേഷൻ ചിലപ്പോൾ കറക്റ്റ് ആണോന്നില്ല. നമ്മളിങ്ങനെ സൈഡ് വൈസ് ആയിരിക്കുമല്ലോ ഹാൻഡിൽ ബാറിൽ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സെൻറ്ററിങ് ചിലപ്പോൾ കറക്റ്റ് ആകത്തില്ല, അല്ലെങ്കിൽ ആ മാപ്പിൻ്റെ ആ ഒരു നാവിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ GPS സിസ്റ്റം ചിലപ്പോൾ കറക്റ്റ് ആകത്തില്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നാവിഗേഷന് വേണ്ടിയിട്ട് വാച്ചിൽ നോക്കുന്നതിനേക്കാളും നമ്മൾ ഫോൺ അതിനകത്ത് മൗണ്ട് ചെയ്ത് വെക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വാച്ചിൽ നിന്ന് ബാൻഡിലോട്ട് തന്നെ വീണ്ടും പോയത്. എന്തായാലും ബാൻഡ് കുറച്ചും കൂടെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയത്, ഏതാണ്ട് ഒരു 300 rupees കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ മീയുടെ വാച്ച് കിട്ടും. പക്ഷേ മീ വാച്ചിൻ്റെ ഈ സ്ട്രാപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും മീ വാച്ചിനില്ല. എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ഏതാണ്ട് 1.5 years ആയിട്ട് ഇതുവരെ അതിനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ വാച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു GPS സംവിധാനമുണ്ട്. പക്ഷേ വാച്ചും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ വന്നിട്ട് ഇതിന് പ്രൈസ് മറ്റ് ബാൻഡുകളെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു 1000 rupees കൂടുതലാണ്. പക്ഷേ എങ്കിലും ഇതിൽ വന്നിട്ട് നമ്മുടെ പെരിഫറൽ ഓക്സിജൻ സാച്ചുറേഷൻ SpO2 എന്ന് പറയുന്ന അതും മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു ബാൻഡ്, ഹെൽത്ത് ബാൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്തായാലും മരക്കാർ സിനിമ കണ്ടു. ഓവറോൾ ഒരു ഇപ്പോഴത്തെ 2 വർഷമായിട്ടുള്ള സിനിമ, OTTയിലൊക്കെ വന്ന സിനിമാസൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മലയാള സിനിമയിൽ കുറച്ച് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന് കാണത്തക്ക ഒരു നല്ല സിനിമയായിട്ട് തോന്നി. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.